നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാരിന്റെ വ്യവസായ നയവുമായി ചേർന്നു പോകുന്നവർക്ക് വ്യവസായ സംരംഭത്തിന് വേഗത്തിൽ അനുമതി ലഭിക്കുമെന്ന് പാലക്കാട് ജില്ലാ കലക്ടർ K. സുധീർ. പരിസ്ഥിതി സാമൂഹ്യ ആഘാതങ്ങളില്ലാത്ത വ്യവസായ സംരംഭങ്ങളെ സർക്കാർ അതിവേഗം സഹായിക്കുമെന്നും K. സുധീർ. വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് സാധാരണഗതിയിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കണ്ടിട്ടുണ്ടെന്നും പുതിയ വ്യവസായങ്ങൾ വരുന്നതോടെ നിലവിലെ വ്യവസായങ്ങൾ വികസിപ്പിക്കണമെന്നും ജില്ലാ കലക്ടർ. ചെറുകിട വ്യവസായ സംരംഭകരുടെ സംഗമം പാലക്കാട്. ചിറ്റൂർ ഷുഗർ ഫാക്ടറിയിൽ വിദേശ മദ്യ നിർമ്മാണം ആരംഭിക്കണമെന്ന് K. പ്രേംകുമാർ MLA. കേരള സർക്കാർ മദ്യനയം നടപ്പിലാക്കുന്നത് സ്വകാര്യ മുതലാളിമാരെ സംരക്ഷിക്കാനാണെന്നും MLA. മദ്യനിരോധനത്തെക്കുറിച്ച് പറഞ്ഞ UDF കേരളത്തിൽ മദ്യമൊഴുക്കാനുള്ള നയമാണ് നടപ്പിലാക്കുന്നതെന്നും K. പ്രേംകുമാർ. ഓപ്പറേഷൻ തൂഫാൻ. തൃശൂരിൽ സിറ്റി ഡാൻസ് ഓഫിന്റെ നേതൃത്വത്തിൽ വൻ MDMA വേട്ട. 322 ഗ്രാം MDMA പിടികൂടി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ പോലീസിന്റെ പിടിയിൽ. മണ്ടൂരിൽ ബേക്കറി ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും 45,000 രൂപ നഷ്ടമായി. ഫോണിലേക്ക് മെസ്സേജ് പോലും വരാതെയാണ് തുക നഷ്ടമായതെന്ന് ബേക്കറി ഉടമ. പാലക്കാട് മേലാമുറി ബാലഗണപതി ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ കയറിയ ബംഗാളിയെ നാട്ടുകാർ പിടികൂടി. കാട്ടാനപ്പേടിയിൽ വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത മുറിച്ചു കിടന്ന കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനകളെ കാട്ടിലേക്ക് തിരിച്ചയച്ചു. വാർത്തകൾ വിശദമായി. സർക്കാരിന്റെ വ്യവസായ നയവുമായി ചേർന്നു പോകുന്നവർക്ക് വ്യവസായ സംരംഭത്തിന് വേഗത്തിൽ അനുമതി ലഭിക്കുമെന്ന് പാലക്കാട് ജില്ലാ കലക്ടർ K. സുധീർ പറഞ്ഞു. പരിസ്ഥിതി സാമൂഹ്യ ആഘാതങ്ങളില്ലാത്ത വ്യവസായ സംരംഭങ്ങളെ സർക്കാർ അതിവേഗം സഹായിക്കുമെന്നും കലക്ടർ പറഞ്ഞു. വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് സാധാരണഗതിയിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കണ്ടിട്ടുണ്ടെന്നും പുതിയ വ്യവസായം വരുന്നതോടെ നിലവിലെ വ്യവസായങ്ങൾ വികസിപ്പിക്കണമെന്നും കലക്ടർ പറഞ്ഞു. ജില്ലാ ചെറുകിട വ്യവസായ സംരംഭകരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കലക്ടർ. പോയപ്പോഴും അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. തിരിച്ച് വ്യവസായത്തിലേക്ക് തിരിച്ചുവരവുണ്ടായി. അത് ഒരു എന്താ പറയുക, എൻ്റെ ഒരു നിലപാടിൻ്റെ പുറത്ത് മാത്രമായിരുന്നു. ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിന് ഫലമായിട്ട് ഡയറക്ടർ സ്ഥാനത്ത് അഡീഷണൽ സ്ഥലത്താക്കി എനിക്കൊരു വിഷമമുണ്ടായില്ല. അടുത്ത വർഷം IAS മീറ്റിംഗ് ഞാൻ നികത്തി. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ചലഞ്ചസ് ഒരു പ്രശ്നമായിരുന്നില്ല. മുമ്പിൽ കാണുന്നത് ഒറ്റ കാര്യം ഉണ്ടാകുന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്തിരുന്നാലും അത് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് തന്നെ മനസ്സിൽ കൂടുതലുണ്ടാകും. അത് കർശനമായിട്ടുള്ളത്. വ്യവസായം നടത്തിയാൽ പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് കൂട്ടിക്കും, ഒരു സംശയമുണ്ടാകും. പക്ഷെ പൊല്യൂഷൻ ഫ്രീ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം, അതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം എന്തിന് തൊഴിൽ വേണം, ജോലി വേണം, കൂലി വേണം, ന്യായമായിട്ട് ചെയ്യുക. അതിൽ നിന്നൊക്കെ എല്ലാവരും പറഞ്ഞതേ ഉള്ളൂ, ഏത് ജോലി ചെയ്താലും സത്യസന്ധമായിട്ട് ചെയ്യുക. സത്യസന്ധമല്ലാത്ത ജോലി ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല. അത് ഏത് ജോലിയായിരുന്നാലും, കച്ചവടമായിരുന്നാലും, വ്യവസായമായിരുന്നാലും, എന്ത് ജോലിയായിരുന്നാലും അതിലെല്ലാം തന്നെ നീതി കൊടുക്കുന്നവരാണ്. ആരുടെയും നമ്മൾക്ക് എന്താണ് അവരുടെ പണമോ അല്ലെങ്കിൽ അവരുടെ സ്വാധീനമോ അവരുടെ സഹായം ഇല്ലാതെ മുന്നോട്ട് സാധിക്കുന്ന നിലയിലേക്ക്. സംരംഭകർക്ക് ഏറെ യോജ്യവും പ്രതീക്ഷയുമുള്ള ജില്ല പാലക്കാടാണ്. സംരംഭകർ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. പ്രസിഡന്റ് K. ദേവദാസ് അധ്യക്ഷത വഹിച്ചു. സുനിൽ ജോസഫ്, TV മമ്മു, ദാമോദരൻ ആവണൂർ, G. ഘോഷ്, T. ശ്രീധരൻ, P. പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചിറ്റൂർ ഷുഗർ ഫാക്ടറിയിൽ വിദേശ മദ്യ നിർമ്മാണം ആരംഭിക്കണമെന്ന് K. പ്രേംകുമാർ MLA. കേരള സർക്കാർ മദ്യനയം നടപ്പിലാക്കുന്നത് സ്വകാര്യ മുതലാളിമാർക്കാണെന്നും MLA പറഞ്ഞു. മദ്യനിരോധനത്തെക്കുറിച്ച് പറഞ്ഞ UDF കേരളത്തിൽ മദ്യമൊഴുക്കാനുള്ള നയമാണ് നടപ്പിലാക്കുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. ബിവറേജസ് സ്റ്റാഫ് അസോസിയേഷൻ സമ്മേളനം ഒറ്റപ്പാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ജനാധിപത്യ രാജ്യമായ രീതിയിൽ ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണാധികാരികളുടെ തെറ്റായ ചെയ്തികൾക്കെതിരായി അവരുടെ കണ്ണു തുറപ്പിക്കുന്ന നിലയിലുള്ള വിവിധങ്ങളായുള്ള പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അധികരിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് സാർവദേശിക രംഗത്ത് തന്നെ വംശീയതയുടെ, വർഗീയതയുടെ ആശയങ്ങൾക്ക് മേൽക്കൈ ലഭിക്കുന്ന ഒരു പൊതു അന്തരീക്ഷമാണ്. ട്രംപ് ലോകത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റായി വരുന്നത് അവരുടെ ഏതെങ്കിലും പ്രത്യേകമായ ജനങ്ങൾക്ക് അനുകൂലമായ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ല. കുടിയേറ്റ വിരുദ്ധതയുടെ നിലപാട് അതിശക്തമായി സ്വീകരിച്ചുകൊണ്ടായിരുന്നു. അമേരിക്കയുടെ വളർച്ചയുടെ വികാസത്തിന്റെ മുന്നേറ്റത്തിന്റെ പ്രതിബന്ധം എന്ന് പറയുന്നത് കുടിയേറ്റക്കാരാണ്.
ആ മട്ടിൽ ഒരു സ്വദേശി എന്ന മട്ടിലുള്ള മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത്തരം ഒരു വികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം. ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ ആഭ്യന്തരമന്ത്രി നാടിളക്കുമ്പോഴാണ് മുഖ്യമന്ത്രി മദ്യക്കമ്പനികൾക്കായി നയം മാറ്റുന്നതെന്നും MLA പറഞ്ഞു. ഔട്ട്ലെറ്റുകളുടെ സമയം രാത്രി 8 നിജപ്പെടുത്തുക, അന്യായമായ സ്ഥലമാറ്റം അവസാനിപ്പിക്കുക, പ്രൊമോഷൻ നടപടി ശരിയായ വിധത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. രാജേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ VS അരുൺ, R. കാർത്തികേയൻ, K. ശർമിള, K. സനിൽ, M. ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂരിൽ സിറ്റി ഡാൻസ് ഓഫിന്റെ നേതൃത്വത്തിൽ വൻ MDMA വേട്ട. 322 ഗ്രാം MDMA പിടികൂടി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ പോലീസിന്റെ പിടിയിലായി. പാവറട്ടി സ്വദേശികളായ ഷിഫാസ്, ജിഷ്ണു, അൻഷാദ്, ഷബീർ, വിദ്യ, ശ്രീലക്ഷ്മി എന്നിവരാണ് പിടിയിലായത്. തൃശൂർ വാണിയമ്പാറയിൽ നടത്തിയ ആദ്യഘട്ട വാഹന പരിശോധനയിലാണ് ഷിഫാസ്, ജിഷ്ണു, വിദ്യ, ശ്രീലക്ഷ്മി എന്നിവർ പിടിയിലാകുന്നത്. ഇതിൽ ഒരു സ്ത്രീയുടെ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ 2 ഗ്രാം MDMA കണ്ടെടുത്തു. കൂടുതൽ ചോദ്യം ചെയ്തതോടെ ഷിഫാസിന്റെ വീട്ടിൽ നിന്നും 20 ഗ്രാം MDMA കൂടി കണ്ടെടുത്തു. ഇതോടെ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ചാവക്കാട് പഞ്ചാരമുക്കിലുള്ള അലൂമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ നിന്നും 300 ഗ്രാം MDMA കൂടി കണ്ടെടുത്തത്. ഈ സംഭവത്തിലാണ് പാലിയൂർ സ്വദേശി അൻഷാദും ചക്കുംകണ്ടം സ്വദേശി ഷബീറും പിടിയിലായത്. ഒരു കവറിൽ 3 പാക്കറ്റുകളായി സൂക്ഷിച്ച നിലയിലായിരുന്നു കടയിൽ നിന്നും MDMA കണ്ടെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂരിൽ ബേക്കറി ഉടമയുടെ അക്കൗണ്ടിൽ നിന്ന് 45,000 രൂപ നഷ്ടമായി. ഫോണിലേക്ക് മെസ്സേജ് പോലും വരാതെയാണ് തുക നഷ്ടമായത്. മങ്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. മണ്ണൂർ സെന്റർ പോയിന്റ് ബേക്കേഴ്സ് ഉടമ C. വിശ്വംഭരനാണ് തുക നഷ്ടമായത്. കഴിഞ്ഞ ദിവസം രാവിലെ 10:30 പാലക്കാട് വലിയങ്ങാടിയിൽ സാധനങ്ങൾ വാങ്ങുന്നതിനായി ഗൂഗിൾ പേ വഴി തുക കൈമാറുന്നതിനിടയിലാണ് അക്കൗണ്ടിലുണ്ടായിരുന്ന 45,000 രൂപ പിൻവലിക്കപ്പെട്ടത്. 3 കടകളിൽ ഗൂഗിൾ പേ വഴി പണം നൽകിയിരുന്നു. 4ാമത്തെ കടയിലും ഗൂഗിൾ പേ വഴി പണം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയാതെ വന്നതോടെ സമീപത്തെ ATM കൗണ്ടറിൽ കയറി ബാലൻസ് പരിശോധിച്ചപ്പോഴാണ് 45,000 രൂപ നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. ഉടൻ തന്നെ കേരളശ്ശേരി SBI ബാങ്ക് മാനേജരെ വിവരമറിയിക്കുകയും പത്തിരിപ്പാലയിലെ അക്ഷയ കേന്ദ്രം വഴി സൈബർ സെല്ലിന് പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പണം നഷ്ടമായിട്ടും ഫോണിലേക്ക് മെസ്സേജ് പോലും വരാതെയാണ് തുക പിൻവലിക്കപ്പെട്ടത്. വിശ്വംഭരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ സെൽ അന്വേഷണം ഊർജിതമാക്കി. മങ്കര പോലീസിലും പരാതി നൽകി. അക്കൗണ്ട് ഇത് ചെയ്യുമ്പോൾ അക്കൗണ്ടിൽ 49,000 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാലക്കാട് പോയി സാധനമെല്ലാം പർച്ചേസ് ആക്കി 4 കടയിൽ കയറി അവിടെയെല്ലാം ക്യാഷ് ഗൂഗിൾ പേ ചെയ്തു. 5ാമത്തെ കടയിൽ കയറിയപ്പോഴാണ് ഗൂഗിൾ പേ പൈസ ഇല്ലയെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്തുള്ള ATMൽ പോയി സെർച്ച് ചെയ്തപ്പോൾ അതിൽ 164 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ SBI സ്റ്റേറ്റ് ബാങ്ക് കേരളശ്ശേരി ബ്രാഞ്ച് മാനേജറിന് വിവരം അറിയിച്ചു. അപ്രകാരം സൈബർ സെല്ലിൽ പരാതി കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ബാങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ 2 സൈബർ സെല്ലും അന്വേഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ബാങ്കുകാർ അന്വേഷിക്കുന്നുണ്ട്. മെസ്സേജും തന്നിട്ടുണ്ട്. രാവുന്നും പെട്ടെന്ന് ഇവർ പിടിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര നഷ്ടപ്പെട്ടത്? 45,000 രൂപയാണ്. മുഹമ്മദ് MD ഷഹനാസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ 45,000 പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. 45,000 രൂപ എന്നാണ് ബാങ്കിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചിട്ടുണ്ട്. എൻ്റെ ഫോണിലോ ഇതിലൊന്നും ഒരു മെസ്സേജും ഇല്ല, ഒരു OTP നമ്പറോ ഒന്നും ഞാൻ കൊടുത്തിട്ടുമില്ല. OTP നമ്പർ എൻ്റെ അടുത്ത് വന്നിട്ടുമില്ല. ഇങ്ങനെയാണ് ഉണ്ടായത്. 45,000 പോയതായിട്ടാണ് കാണുന്നത്. 45,000 വിദ്വായിരിക്കും പോയിട്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് മേലാമുറി ഗണപതി ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ കയറിയ ബംഗാളിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മോഷ്ടിക്കാൻ ക്ഷേത്രത്തിൽ കയറിയ കള്ളൻ മണിയടിച്ച് പൂജ തുടങ്ങിയത് സമീപവാസികൾ അറിഞ്ഞതാണ് മോഷ്ടാവിന് വിനയായത്. അർദ്ധരാത്രി ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ കയറിയ കള്ളന്റെ മണിയടി കേട്ട് നാട്ടുകാരെത്തിയെങ്കിലും കള്ളൻ പിടികൊടുക്കാതെ ഓടി രക്ഷപ്പെട്ടു. കുറച്ചുനേരം കഴിഞ്ഞ് വീണ്ടും ഇതേ കള്ളൻ അമ്പലത്തിൽ കയറുകയായിരുന്നു. ഇതോടെയാണ് പതിയിരുന്ന നാട്ടുകാരുടെ കയ്യിൽ കള്ളൻ അകപ്പെട്ടത്. പിടിക്കപ്പെട്ട കള്ളനെ ദൈവഗീതം പോലെ പെരുമാറിയാണ് നാട്ടുകാർ ക്ഷേത്രത്തിന് മീതെ നിന്ന് ഇറക്കിയത്. പൂണൂല് പോലെ ഒരു തുണിയൊക്കെ ശരീരത്തിൽ ചുറ്റിയായിരുന്നു മോഷണ ശ്രമം. ദിവസങ്ങൾക്ക് മുൻപ് ഒലവക്കോട്ടെ ഫുട്ബോൾ ഫാൻസുകാർ സ്ഥാപിച്ച പടുകൂറ്റൻ ഫ്ലക്സ് കീറിക്കളഞ്ഞതും ഇതേ ബംഗാളിയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത മുറിച്ചു കിടന്ന കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനകളെ കാട്ടിലേക്ക് തിരിച്ചയച്ചു. വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത മുറിച്ചു കിടന്ന കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതോടെ ജനങ്ങൾ ആശങ്കയുടെ മുൻനിരയിൽ മണിക്കൂറോളം നിന്നു. മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂർ വളവിൽ താമസിക്കുന്ന അത്താണിപ്പറമ്പിൽ ഷംസുവിന്റെ വീട്ടിൽ വെള്ളിയാഴ്ച രാത്രി 9:30ഓടെയാണ് 2 കാട്ടാനകൾ എത്തുകയും കൃഷി നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇവർ വനപാലക ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും അറിയിക്കുകയും ഇവരെത്തി പടക്കവും മറ്റ് ശബ്ദങ്ങളും ഉണ്ടാക്കി ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കാലങ്ങളായി കാൽനടയാത്ര പോലും ദുരിതമായിരുന്ന റോഡ് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖിന്റെ നേതൃത്വത്തിൽ സഞ്ചാരയോഗ്യമാക്കി. മണ്ണൂർ പഞ്ചായത്ത് കല്ലമ്പറമ്പ് അംഗൻവാടി റോഡാണ് സഞ്ചാരയോഗ്യമാക്കിയത്.
റോഡിന്റെ ആരംഭത്തിൽ ഉടനീളം വെട്ടുകല്ല് പാറയായതിനാൽ ഈ ഭാഗം റോഡ് നിർമ്മിക്കാൻ കഴിയുമായിരുന്നില്ല. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചെങ്കിലും വെട്ടുകല്ല് പാറ സ്വന്തം ചെലവിൽ യന്ത്രമെത്തിച്ച് 2 ദിവസത്തിനകം നീക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പ്രാരംഭ ഭാഗം കോൺക്രീറ്റ് ഇടാനായത്. 20ഓളം കുടുംബങ്ങൾ ഇതുമൂലം പ്രയാസത്തിലായിരുന്നു. റോഡ് പൂർത്തിയായതോടെ പ്രദേശത്തുകാർ സന്തോഷത്തിലാണ്. താൻ ഈ വാർഡിൽ നിന്നും വിജയിച്ചാൽ വെട്ടുകല്ല് പാറ നീക്കി റോഡ് ആദ്യം തന്നെ നിർമ്മിച്ചു നൽകുമെന്ന് പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നതായും വാക്ക് പാലിച്ചതായും വാർഡംഗം അൻവർ സാദിഖ് പറഞ്ഞു. ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ വിജയിച്ചാൽ ഞങ്ങളുടെ റോഡ് എങ്ങനെയും ചെയ്തു തരണമെന്നാണ്. ഞാൻ പറഞ്ഞു ഈ വാർഡിൽ ആദ്യം ചെയ്യുന്ന റോഡിൻ്റെ വർക്ക് നിങ്ങളുടെ റോഡായിരിക്കുമെന്ന് പറയുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഈ 8ാം വാർഡിലെ ആദ്യത്തെ റോഡ് പണി കല്ലമ്പറമ്പ് അംഗനവാടി റോഡാണ്. അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം തൃപ്തരാണ് ഞാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനിയും ഒട്ടനവധി റോഡുകളായും മറ്റ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായി പലതും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എത്രയും വേഗം നമ്മൾ നടപ്പിലാക്കും. അതിൻ്റെ ഭാഗമായാണ് അതുപോലുള്ളൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പേട്ട സ്റ്റോപ്പിൽ ബജറ്റിൽ ഉൾപ്പെടുത്തിയ പാർക്കും അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മും. അങ്ങനെ ഒട്ടനവധി വികസന പദ്ധതികളുമായി 8ാം വാർഡിൽ ജനങ്ങളുടെ കൂടെയുണ്ടാവുമെന്നാണ് എനിക്ക് പ്രിയപ്പെട്ട 8ാം വാർഡിലെ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SKSSF വിഖായ സംസ്ഥാന ആക്റ്റീവ് മീറ്റ് ഞായറാഴ്ച ആറ്റൂർ അർഫ സ്കൂളിൽ നടക്കും. 1500 വിഖായ ആക്ടിവിറ്റി അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കും. ഒരുക്കങ്ങൾ എല്ലാം പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് അർഫ ട്രസ്റ്റ് ചെയർമാൻ അബ്ദുള്ള ഹാജി പതാക ഉയർത്തും. രാവിലെ 9 മണിക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. വിഖായ ആപ്പ് ലോഞ്ചിന്റെയും തൂഫാൻ ഐക്യദാർഢ്യവും ഉപഹാര സമർപ്പണവും തങ്ങൾ നിർവഹിക്കും. സംസ്ഥാന പ്രസിഡന്റ് പാണക്കട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും. സമസ്ത മുഷാവറ അംഗം അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൈങ്കണ്ണയൂർ പ്രാർത്ഥന നടത്തും. സംഘാടക സമിതി ജനറൽ കൺവീനർ ഷമീർ ദേശമംഗലം ആമുഖവും വിഖായ സംസ്ഥാന സമിതി ജനറൽ കൺവീനർ റഷീദ് ഫൈസി കാളിക്കാവ്, സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ മുഖ്യാതിഥിയാകും. പാണക്കാട് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ, SMF തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് EP കുഞ്ഞിക്കോയ് തങ്ങൾ, SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി OPM അഷ്റഫ്, സംഘാടക സമിതി ചെയർമാൻ ബഷീർ ഫൈസി ദേശമംഗലം, റഷീദ് ഫൈസി വെള്ളായിക്കോട് തുടങ്ങിയവർ സംസാരിക്കും. സംസ്ഥയുടെ പോഷകഘടകങ്ങളുടെയും ജില്ലാ ഭാരവാഹികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ ഷബീർ ദേശമംഗലം, ഷാഹിദ് കോയ തങ്ങൾ, ഷംസു ആജി ആറ്റൂർ, മുനവർ ഫൈറൂസ് ഹുദവി, ഷാഹുൽ ഹമീദ് റഹാനി, ഹുസൈൻ ദേശമംഗലം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിഖായ സംസ്ഥാന ആക്റ്റീവ് മീറ്റ് 2026 ജൂൺ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആറ്റൂർ അറഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. SKSFന്റെ 25ാം വാർഷിക മഹാസമ്മേളനത്തിൽ തൃശ്ശൂരിലെ സമർഗന്ധിൽ വെച്ച് വിഖായ എന്ന സന്നദ്ധ സേവന വിഭാഗത്തെ ഈ സമൂഹത്തിലേക്ക് SKSF ഇറക്കിവിട്ടു. ജീവകാരുണ്യ രംഗത്ത് തുല്യതയില്ലാത്ത വിധം സമൂഹത്തിൽ സമർപ്പിത സേവനം ചെയ്യാൻ SKSFന്റെ വിഖായക്ക് സാധ്യമായി. നമ്മുടെ നാട് അഭിമുഖീകരിച്ച 2 പ്രളയങ്ങളും അതുപോലെ തന്നെ കൊറോണയുടെ പ്രതിസന്ധി ഘട്ടത്തിലും ഈ സമൂഹത്തിന് സേവനം ചെയ്യാനും ആളുകൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും വിഖായ വഹിച്ച പങ്ക് ഏറെ വലുതാണ്. സമൂഹത്തിൽ നിന്ന് ഏറെ പ്രശംസ നേടാനും വിഖായയുടെ പ്രവർത്തനങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും സമസ്തയുടെ പ്രവർത്തനങ്ങളിലും അതിനേക്കാൾ അപ്പുറത്ത് ഹജ്ജ് കർമ്മങ്ങളിൽ അവിടെ എത്തുന്ന ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറെ ആശ്രയമായി വിഖായക്ക് സേവനം ചെയ്യാൻ സാധ്യമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗുരുവായൂരപ്പന് വഴിപാടായി 37 പവനോളം വരുന്ന സ്വർണ്ണക്കിരീടം സമർപ്പിച്ചത് തിരുപ്പൂരിലെ വ്യവസായിയായ രാജൻ P. നായരാണ്.
മിഥുനമാസത്തിലെ 30 വ്യാഴാഴ്ചയായ ജൂൺ 18-നും ശ്രീ ഗുരുവായൂരപ്പന് സ്വർണ്ണക്കിരീടം വഴിപാടായി ലഭിച്ചിരുന്നു. തിരുപ്പൂരിൽ വ്യവസായിയായ രാജൻ പി നായരാണ് സ്വർണ്ണക്കിരീടം സമർപ്പിച്ചത്. ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ്, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ എം രാധ, അസിസ്റ്റന്റ് മാനേജർ എം ഹരിദാസ്, വഴിപാടുകാരായ രാജൻ പി നായരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ സന്നിധരായിരുന്നു. സോപാനപ്പടിയിൽ സമർപ്പിച്ച സ്വർണ്ണക്കിരീടം വഴിപാടുകാരനും കുടുംബത്തിനും കളഭവും തിരുമുടിമാലയും പഴവും പഞ്ചസാരയും അടങ്ങുന്ന ശ്രീ ഗുരുവായൂരപ്പന്റെ പ്രസാദങ്ങൾ നൽകി. മിഥുനമാസത്തിലെ 30 വ്യാഴാഴ്ചയായ ജൂൺ 18-നും ശ്രീ ഗുരുവായൂരപ്പന് സ്വർണ്ണക്കിരീടം വഴിപാടായി ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാടാനാംകുറിശി ആരംഭികലാ സമിതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണം 2026-ന്റെ ഭാഗമായി കവിതാ സായാഹ്നം സംഘടിപ്പിച്ചു. ബ്രിജേഷ് മോഴിയോട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാടാനാംകുറിശി ആരംഭികലാ സമിതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് കവിതാ സായാഹ്നം സംഘടിപ്പിച്ചത്. ബ്രിജേഷ് മോഴിയോട്ട് ഉദ്ഘാടനം ചെയ്തു. നീയാണു കാലപ്രവാഹം, പ്രളയങ്ങൾ കലിതുള്ളവേ നീണ്ട മുടിയഴിച്ചിട്ടവൾ. നീയാണു കാലപ്രവാഹം, പ്രളയങ്ങൾ കലിതുള്ളവേ നീണ്ട മുടിയഴിച്ചിട്ടവൾ. നീ തന്നെ ഉഷ്ണതീരങ്ങളിൽ താരാട്ടുപാട്ടുമായി ജീവന്റെ നാവു നനച്ചവൾ. നീ തന്നെ ഉഷ്ണതീരങ്ങളിൽ താരാട്ടുപാട്ടുമായി. ആരബി ഗ്രന്ഥശാല പ്രസിഡന്റ് സി പി രാമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം അജേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആരബി എക്സിക്യൂട്ടീവ് അംഗം സി ശ്രീകുമാർ സ്വാഗതവും ഹരിദാസൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. കുട്ടികളും വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രാദേശികരായവർ സ്വന്തമായി എഴുതിയ കവിതാ ആലാപനവും ഉണ്ടായിരുന്നു. കതിരല്ല കരിയുന്ന മോഹമാണ്, ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്. നെൽക്കതിരല്ല കരിയുന്ന കൃഷ്ണത്തുളസി കതിർ തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പഠനത്തിൽ മാത്രമല്ല ജീവിതത്തിലും A+ നേടാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് UR പ്രദീപ് MLA. കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച ആദരായനം 2026 ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു MLA. കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലാണ് SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. കുളപ്പള്ളിയിലെ ബാങ്ക് ഹെഡ് ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച ആദരായനം 2026 UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ പഠിക്കാൻ അത്ര ബ്രൈറ്റ് അല്ല എന്നൊന്നും എഴുതി തള്ളാൻ കഴിയില്ല. എല്ലാവരും നല്ല മികച്ച കുട്ടികൾ തന്നെയാണ്. പക്ഷെ അവർ കുടുംബ സാഹചര്യങ്ങൾ വ്യത്യസ്തമാവും. ആ കുടുംബ സാഹചര്യം എന്ത് എന്നത് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തുന്നതാണ്, അത് പഠിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ കേരളത്തിലെ കുട്ടികൾ മികച്ച രീതിയിലാണ്. ഇത് നിങ്ങൾ എവിടെ വേണമെങ്കിലും IT രംഗത്തെടുത്ത് പരിശോധിച്ചാൽ മലയാളികളില്ലാത്ത സ്ഥലം ഇല്ല. അത് ഏത് രംഗത്തും കേരളത്തിലെ കുട്ടികൾ അത്ര മികച്ച രീതിയിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ 10 വർഷം വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് ഇവിടെ തന്നെ വിദ്യാഭ്യാസം നേടാനും അവർക്ക് ആവശ്യമായ പിന്തുണ കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ടു. അത് തുടർച്ചയായി ഉണ്ടാവണം തന്നെ. SSLC +2 വിജയികൾക്ക് MLA ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ 50 വർഷക്കാലം സ്റ്റാമ്പ് വെണ്ടറായി പ്രവർത്തിച്ച M രാമേന്ദ്രനെയും വിവിധ കായിക മത്സരങ്ങളിൽ വിജയം നേടിയ അരുൺദാസ്, ആര്യൻ, ആവണി എന്നിവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല മുഖ്യാതിഥിയായിരുന്നു. ബാങ്ക് പ്രസിഡന്റ് P രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ്, ബാങ്ക് സെക്രട്ടറി K വിനോദ്, മുൻ ബാങ്ക് പ്രസിഡന്റ് N ജയപാലൻ, KT ജോർജ്, ഡയറക്ടർമാരായ P സോമസുന്ദരൻ, C ഉണ്ണികൃഷ്ണൻ, RK രവി, RK റോജകുമാരി തുടങ്ങിയവരും സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരിന്റെ വ്യവസായ നയവുമായി ചേർന്ന് പോകുന്നവർക്ക് വ്യവസായ സംരംഭത്തിന് വേഗത്തിൽ അനുമതി ലഭിക്കുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ K സുധീർ. പരിസ്ഥിതി സാമൂഹ്യ ആഘാതങ്ങളില്ലാത്ത വ്യവസായ സംരംഭങ്ങളെ സർക്കാർ അതിവേഗം സഹായിക്കുമെന്നും K സുധീർ.
വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് സാധാരണഗതിയിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കണ്ടിട്ടുണ്ടെന്നും പുതിയ വ്യവസായങ്ങൾ വരുന്നതോടെ നിലവിലെ വ്യവസായങ്ങൾ വികസിപ്പിക്കണമെന്നും ജില്ലാ കളക്ടർ. ചെറുകിട വ്യവസായ സംരംഭകരുടെ സംഗമം പാലക്കാട്. ചിറ്റൂർ ഷുഗർ ഫാക്ടറിയിൽ വിദേശ മദ്യ നിർമ്മാണം ആരംഭിക്കണമെന്ന് കെ പ്രേംകുമാർ MLA. കേരള സർക്കാർ മദ്യനയം നടപ്പിലാക്കുന്നത് സ്വകാര്യ മുതലാളിമാരെ സംരക്ഷിക്കാനാണെന്നും MLA. മദ്യനിരോധനത്തെക്കുറിച്ച് പറഞ്ഞ UDF കേരളത്തിൽ മദ്യമൊഴുക്കാനുള്ള നയമാണ് നടപ്പിലാക്കുന്നതെന്നും കെ പ്രേംകുമാർ. ഓപ്പറേഷൻ തൂഫാൻ. തൃശൂരിൽ സിറ്റി ഡാൻസ് ഓഫിന്റെ നേതൃത്വത്തിൽ വൻ MDMA വേട്ട. 322 ഗ്രാം MDMA പിടികൂടി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ പോലീസിന്റെ പിടിയിൽ. മണ്ടൂരിൽ ബേക്കറി ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും 45,000 രൂപ നഷ്ടമായി. ഫോണിലേക്ക് മെസ്സേജ് പോലും വരാതെയാണ് തുക നഷ്ടമായതെന്ന് ബേക്കറി ഉടമ. പാലക്കാട് മേലാമുറി ബാലഗണപതി ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ കയറിയ ബംഗാളിയെ നാട്ടുകാർ പിടികൂടി. കാട്ടാനപ്പേടിയിൽ വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത മുറിച്ചു കിടന്ന കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനകളെ കാട്ടിലേക്ക് തിരിച്ചയച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.